രഘുവേ ഇളനീര് തരാൻ പറ്റുമോ? ഞാൻ എന്തായാലും ഇത്രയും വലിയ ഞണ്ട് ആദ്യമായിട്ടാണ്. ഞാനും ഇത് എവിടുന്ന് തുടങ്ങും എങ്ങനെ തുടങ്ങുമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അമ്മായിക്ക് എന്താ ഇന്നൊരു വലിവ്? മണലായിരുന്നു. സാധാരണ ഇപ്പോഴും ഓടിച്ചാടി വേഗം സ്പീഡിലൊക്കെ നടന്നു പോകുന്ന ആളാ. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റ്, അതുകൊണ്ട് വലിയ ചൂടില്ല. രഘുവേ ഇളനീര് തരാൻ പറ്റുമോ? ഉടയൻ്റെ അടുത്ത് നമുക്ക് 2 എണ്ണം കുറവെന്ന് പറഞ്ഞാ പോരെ? എൻ്റെ അമ്മേ, നീ എൻ്റെ ആവശ്യമുണ്ടാ? ഇതിന്റെ പരിപാടി അറിയില്ല എന്ന് പറ. എങ്ങനെയാണ് സംഭവം എന്നൊക്കെ അറിയണ്ടേ? ഞണ്ടമ്മായി ചെയ്തിട്ടേ ഇല്ല. ഇല്ല മക്കളെ, ഞണ്ടിന്റെ മുട്ട അതാ പൊന്നെന്ന് പറയും, പൊന്ന്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ പൊന്നു വല്ലതും ഉണ്ടാന്നോ? ഞാൻ നേരത്തെ ഇവിടെ ഞണ്ടുവരും മാളൂനെ പഠിപ്പിച്ചു കൊടുത്തു. കുറേ ഞണ്ട് കണ്ടായിരുന്നു. അന്ന് ചെറുതായിരുന്നേ, ഞാൻ വെട്ടിയാലൊന്നും തീരൂലായിരുന്നു. അപ്പം ഞാൻ മാളൂനെ കൂടി പഠിപ്പിച്ചു കൊടുത്തു. അപ്പം അവളും കൂടെ ചെയ്തു. നല്ല ബലം അല്ലേ? ചെറുതാകുമ്പോൾ പെട്ടെന്ന് വരും. നമുക്ക് വേണ്ട. ഞാൻ എന്തായാലും ഇത്രയും വലിയ ഞണ്ട് ആദ്യമായിട്ടാണ്. ഇത് തന്നെ 1/2 കിലോ ഉണ്ടാവും. ഇല്ല, 1/2 കിലോ കൂടുതലുണ്ട്. 1 കിലോ 1 കിലോ വരും അല്ലേ? ശരി, നല്ല വെയിറ്റ്. ഇതിന് കടിച്ചു പൊട്ടിക്കണ, ഇത് കടിച്ചു പൊട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മള് ഇതെടുക്കേണ്ടി വരും. കുഴല് അടിച്ചു പൊട്ടിക്കാൻ, ഇടികലിന്റെ കുഴലെടുത്തിട്ട് വേണം ഇത് പൊട്ടിച്ച് കഴിക്കാൻ. ഇത് ഒരെണ്ണം വികലാംഗയായിപ്പോയി. എന്നാലും കയ്യിലെടുത്ത് വെച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത്രയും ഭാരമുണ്ട്. രണ്ട് പാത്രം മതിയാ? ഇല്ല, കുറച്ചുകൂടെ ഒഴിച്ചു. അടച്ചു വെച്ചോ. ഇത് ഉപ്പിട്ടോ, ഇത്തിരി ഉപ്പിട്ടാ മതിയേ. മതിയാ? ഇത് മതിയാ? മതി.
ഇച്ചിരി ഉപ്പുമാണ്. ആ ഉപ്പ് കാണും. ഇത് പിന്നെ ഇടാം. എന്തൊരു കളർ! കളറ് മുക്കിയ കേക്ക് മാളൂന് ഇഷ്ടപ്പെടും. പൈനാപ്പിളിൻ്റെ ഒരു ഇതല്ലേ? മതിയായി അമ്മായി? നീ മതി. ടേസ്റ്റ് ഇല്ല അല്ലേ? മാളുണ്ടായിരുന്ന അവളെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കായിരുന്നു. പരീക്ഷ കഴിഞ്ഞാലും അവള് വരാൻ താമസിക്കണേ. അതെ. ഇവിടെ ജാം ഉണ്ട്, ഈ സൈഡിൽ ജാം ഉണ്ട്. ജാം വേണോ അമ്മയ്ക്ക്? ഞാനതണ്ട. അപ്പോൾ അത് കളഞ്ഞാ. പോവാം. അമ്മായി ഒരു കൊതുമ്പ് വയ്ക്കോ? ഇഞ്ചി ഇടണ്ടേ? ഇഞ്ചി കാഞ്ചി കേട്ടാ അമ്മായി? എടുത്തു തരുമോ എനിക്ക്? മറ്റേ വെള്ളവും ഞണ്ടും വെവ്വേറെ ആക്കി തരുമോ? ആക്കി തരാം. പിന്നെ വരുമ്പോ കുരുമുളക് പൊടിയും കൊണ്ട് തരണം.
അമ്മായി വെള്ളം കൊണ്ടുവരാവോ? കൊണ്ടുവരുന്നു മോളെ. അമ്മായി ഒരു വിറകും കൂടെ എടുത്ത് വെക്കോ. ഓ സവാള എടുത്ത് കഴിച്ചു വെക്കമ്മേ. സവാള ഉപ്പുണ്ടോ? ഇത് ഇത്രേ ഉള്ളൂ. ഇത്ര വേവാൻ പാടുള്ളൂ. എന്താ ഞാൻ ചെയ്യാൻ വന്ന ഇത്തിരി ഉപ്പ്. ഉപ്പ് കൂടുണ്ടോ? അതിലുണ്ട് ഉപ്പ്. നല്ല വെള്ളമല്ല അമ്മ ഇത്? നല്ലതാണ്. ഒഴിക്കാവോ വെള്ളം? ഈ വെള്ളം ആദ്യം ഒഴിച്ചു. നടുക്കൊഴിക്കും. മതിയോ? മതി. ബാക്കി ഈ വെള്ളം ഒഴിക്കാം. തീ ശ്രദ്ധിച്ചോളേ. ശ്രദ്ധിക്കാം. കരിഞ്ഞ് അത് വരും. ചൂടാക്കി വെച്ചോ. ഞണ്ട് പെറുക്കിട്ടോ. രാജാവ് എന്തിയെ? രാജാവ് എന്തിയെ? രാജാവിനെ കണ്ടു. രാജാവ് എവിടെ കിടപ്പുണ്ട്? മന്ത്രിമാരാദ്യം പോകണം. അടച്ചു വെച്ചോ അമ്മ. അമ്മായി പോയി ടേബിളൊക്കെ സെറ്റ് ചെയ്തോ കേട്ടോ. ഞാൻ അപ്പോഴേക്ക് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരാം. അടച്ചോ. അതിൻ്റെ കാലി ഒരടക്കം ഒതുക്കില്ലാത്ത സാധനം. അത് തന്നെ പറഞ്ഞാൽ കേൾക്കില്ല. കൊണ്ടുപോയിക്കോ അമ്മായി. ഞാൻ ഉള്ളിത്തണ്ടാക്കി ഇട്ട് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഓ ഇതാ അമ്മായിക്ക് വികലാങ്ങനെ. ഇതമ്മായി നമുക്ക് അധികം ഗ്രേവി പെരണ്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഗ്രേവി എടുത്ത് വെച്ചിട്ടുണ്ടേ. എനിക്ക് ഗ്രേവി വേണ്ട സാധനം മതി. ഇത് എവിടുന്ന് തുടങ്ങും എങ്ങനെ തുടങ്ങും എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അമ്മ. കിങ് ക്രാബ് എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ട് കഴിക്കാൻ.
ഇതിൻ്റെ ശക്തിയും ബലവും കണ്ടപ്പോൾ ഞാൻ ആദ്യമേ ബുദ്ധിപൂർവ്വം ചുറ്റിയാണ് ഇത് എടുത്തോണ്ടോ വന്നെ അടിച്ചു പൊട്ടിച്ച് കഴിക്കാൻ. എന്തായാലും നമ്മുടെ പല്ലുകൊണ്ട് വിലയൊക്കെ ഉണ്ട്, വില ഉണ്ട്, നല്ല വില ഉണ്ട്, നിസ്സാര വില ഉണ്ട്. അങ്ങനെ പൊട്ടിയാ റെഡിയായി. പല്ലിലൊന്നും പോവില്ല. അയ്യോ പുട്ട് പോലെ ഇരിക്കണം. ഇതിനെ ഒന്ന് ഇടി. ഇപ്പൊ ഓക്കെ. നമ്മുടെ ഒറ്റ കൈ പോരാൻ മതി. എന്റെ പൊന്നോ തൊലി ഇതൊക്കെ എന്ത് കട്ടിയല്ല. ഇതെന്തിനായിരിക്കും അമ്മ ഈ ദൈവം ഇത്രയും കട്ടി കൊടുത്തത് ഈ ഞണ്ടിന്? കടലിൽ കിടക്കുമ്പോഴേ വേറെ ഇതിലും വലിയ ജന്തുക്കളുണ്ടല്ലോ അതിനകത്ത്. അപ്പൊ അവരൊന്നും പെട്ടെന്ന് പിടിക്കാതിരിക്കാനാണ് അതിന്റെ കറക്റ്റ് ഉപ്പ് അമ്മ ഞണ്ടിനിട്ട്. കാരണം മസാല ഈ ഉള്ളിലൊന്നും മസാല പിടിച്ചിട്ടില്ല. അപ്പോൾ ആ നല്ല മാംസം. എൻ്റെ അമ്മായി ഭയങ്കര ബലല്ലേ. ആ വല്ലാത്ത പാടായിപ്പോയി. മനുഷ്യന് കൊതിയും ആർത്തിയും കൂടി എങ്ങനെ ഉണ്ടാവോ? ഇമാതിരി സാധനം ഞാൻ ഇനി ഒരിക്കലും മേടിച്ചിട്ട് വരില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കിങ് ക്രാബ് കഴിക്കണം. വലിച്ചു വരിക്ക് വയ്ക്കാനായിട്ടേ ക്ഷമയും ഇല്ല എനിക്ക്. ചമ്മന്തിയാക്കി പാവത്തിനെ. ശരിക്കും ഈ കിങ് ക്രാബിലെ അധികം മസാലയൊന്നും പാടില്ല. ഇങ്ങനത്തെ മസാലകളൊക്കെ പറ്റുള്ളൂ. നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാലേ ഇതിന്റെ യഥാർത്ഥ രുചി അറിയാൻ പറ്റില്ല. ഇതിന്റെ യഥാർത്ഥ രുചി അറിയാൻ പറ്റണം.